Hello, hi, namaskaram and welcome back to my channel MB Vlogs. Welcome to day 4 of 21 days Day in My Life series. അപ്പോൾ ഇതെന്താണ് ഇന്ന് ശ്രീകുട്ടൻ്റെ ഒരു ഡ്രസ്സിംഗ് ഒക്കെ കാണിച്ച് തുടങ്ങണേ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ സമയം രാവിലെ ഒരു 6:20 ഒക്കെ ആയിട്ടുണ്ട്. 6 മണിക്ക് ശ്രീകുട്ടൻ എണീറ്റിട്ട് അവൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ ഓഫീസിൽ പോകാൻ നിൽക്കുകയാണ്. ഞാൻ ആ കണ്ണാടി കൂടെ എൻ്റെ കൈയൊക്കെ കാണിച്ച് പ്രസൻസ് സാർ ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കുകയാണ്. എനിവേസ് ശ്രീകുട്ടൻ 6:30 ഒക്കെ ആകുമ്പോഴേക്കും പോവുകയാണ്. ആൻഡ് ഞാൻ എണീക്കാറില്ല. ഞാൻ ഈ ഇരുട്ടത്തിൽ ആ കാണിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളുടെ കർട്ടൻ നിന്നും ചെറിയൊരു വെളിച്ചം കണ്ടോ, അത് കാണിച്ചതാണ്. 6:30 ആയിട്ടും ഇവിടെ ഇരുട്ടാണ് ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഹലോ. അങ്ങനെ നമ്മൾ എണീറ്റിരിക്കുകയാണ്. ഇന്ന് സൺഡേ ആട്ടോ. അപ്പോൾ ഇന്നലെ നടന്ന് അത്യാവശ്യം കുറച്ച് ടയേർഡായിരുന്നു. അപ്പം ഞാൻ 10 മണിയായി ഇന്ന് ഞാനൊരു 8:30 ഒക്കെ ആയപ്പോഴേക്കും എണീറ്റു. പക്ഷെ പിന്നെ വീട്ടിലേക്കൊക്കെ വിളിച്ച് ഇങ്ങനെ കഥയൊക്കെ വിശേഷമൊക്കെ പറഞ്ഞ് ഇപ്പോൾ സമയം 10 മണിയായി. അപ്പോൾ എൻ്റെ വയറിൽ ഡ്രും ഒക്കെ ശബ്ദം വന്നു തുടങ്ങി. അപ്പോൾ വിശക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ കണ്ടല്ലോ, രാവിലെ ശ്രീകുട്ടൻ 6 ആയപ്പോൾ എണീറ്റു. അവൻ ഡ്രസ്സൊക്കെ ചെയ്ത് പോയി. ഞാൻ ആക്ച്വലി പണ്ടൊക്കെ ആണെങ്കിൽ അവൻ്റെ എന്തെങ്കിലും ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ അവൻ എന്നെല്ലാം രാവിലെ ഞാൻ എന്നോട് പറയും നീ കിടന്നോ എണീക്കണ്ടെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പല്ല് വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒക്കെ തേച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഇന്ന് നീരാടാനുള്ള ദിവസമാണ്. സോ സൺഡേ ഞാൻ തലയിൽ ഇങ്ങനെ മുട്ടയൊക്കെ തേച്ച് ഇന്ന് എണ്ണയൊക്കെ ഇടാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് അഗെയിൻ ഓട്സ്. അപ്പോൾ നമുക്ക് ഓട്സ് കഴിക്കാം. ആൻഡ് ഇന്ന് കുറച്ച് കുക്കിംഗ് പരിപാടികളുണ്ട്. അപ്പോൾ എൻ്റെ ഓട്സ് എവിടെ ഗൈസ്? അപ്പോൾ ഇന്ന് കുറച്ച് കുക്കിംഗ് പരിപാടി ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. വേറെ നമ്മളുടെ വീഡിയോ പിന്നെ ഡെയിലി ഇപ്പോൾ എഡിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണം, കുക്ക് ചെയ്യണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്ന് ഒറ്റയ്ക്കല്ലേ, എൻ്റെ ഫോണിലെ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് പരിപാടി. നമുക്ക് ഇനി പോണ വഴിക്ക് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ ഇനി ഈ 4 ദിവസം അത്ര ഹാപ്പനിങ് വ്ളോഗൊന്നും ആവില്ല. പുറത്ത് പോയാലായി നടന്നാലായി എന്നുള്ളൊരു സീനാണ്. കാരണം ശ്രീകുട്ടൻ്റെ ശ്രീകുട്ടൻ ഇല്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ഗൈസ്. അപ്പോൾ എനിവേസ് നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തലയിൽ മുട്ട തേക്കുന്ന പറഞ്ഞില്ലേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഞാൻ ഓട്സ് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓവർനൈറ്റ് ഓട്സ് ആണ്. അപ്പോൾ തലയിൽ നമുക്ക് മുട്ടയൊക്കെ തേച്ച് അങ്ങ് പിടിപ്പിക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു 10-20 മിനിറ്റ്സ് കിട്ടുമല്ലോ. കൂടുതൽ സമയം ഇപ്പോൾ വെക്കാൻ പറ്റില്ല, കാരണം ക്ലൈമറ്റ് ഇതായതുകൊണ്ട്. തണുപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ പേടിയാണ്. തണുപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി പനി, തുമ്മൽ, ജലദോഷം അങ്ങനെ സാധാരണ എനിക്ക് ടച്ച് വുഡ് വരാറില്ല. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് റിസ്ക് എടുക്കണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് എണ്ണയും മുട്ടയൊക്കെ മിക്സ് ചെയ്തിട്ട് തലേ തേച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, നാട്ടിൽ നിന്ന് കാച്ചി കൊണ്ടുവന്ന എണ്ണയാട്ടോ. എന്തൊക്കെ ഇട്ടേന്നൊന്നും എനിക്കറിയത്തില്ല. പ്ലീസ് ഇഗ്നോർ മൈ ഔട്ട്ഫിറ്റ്. എൻ്റെ ഔട്ട്ഫിറ്റ് വർത്ത് ഇസ് ഫ്രം ശ്രീവിൻ. രാത്രി കിടക്കുമ്പോൾ നല്ല അലമ്പ് വേഷമാണ്. അപ്പോൾ ഞാൻ ഈ കുളിച്ച് കഴിഞ്ഞിട്ട് നല്ല വേഷത്തിലേക്ക് മാറാം എന്ന് വിചാരിച്ചിട്ടാണ്. എനിവേസ് ഞാൻ പറഞ്ഞു തന്നത് കണ്ടോ, കട്ടിയായി ഗൈസ് എൻ്റെ എണ്ണ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒന്ന് ചൂടുവെള്ളത്തിൽ ഇത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് അരിയും, എന്നിട്ട് മുട്ട പൊടിക്കും, തേക്കാം. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഓവർനൈറ്റ് ഓട്സിൽ ഒരു കാര്യം കൂടി ചെയ്യാം. നമുക്കൊരു ആപ്പിളും കൂടി അങ്ങ് വെട്ടിയിടാം. അതിന്റെ ഒരു കുറവ് വേണ്ട. അതിൽ ബ്ലൂബെറി, സ്ട്രോബെറി, റാസ്ബെറി, എല്ലാ ബെറികളും, ചിയ സീഡ്സ്, നമ്മുടെ എന്താ പറയുക, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് എല്ലാം ഉള്ള ഒരു കുന്തമാണ് ഓവർനൈറ്റ് ഓട്സ്. അപ്പൊ നമുക്ക് ആപ്പിളിന്റെ ഒരു കുറവ് വേണ്ട, കാരണം എനിക്ക് ആപ്പിൾ കഴിക്കാൻ ഇടയ്ക്ക് മടിയാ. ഇനി ഇങ്ങനെ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ ആവുമ്പോൾ എനിക്ക് മടിയാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇതിൽ നമുക്ക് ആപ്പിൾ കട്ട് ചെയ്താൽ രാവിലെ എല്ലാം കൂടി അങ്ങ് സെറ്റ് ആവും. ഓക്കെ,
ഇതാണ് നമ്മളുടെ ഓട്സ് ഗൈസ്. ആഹാ, കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. ഇത്രയും ഓട്സ് കഴിക്കുമ്പോഴേക്കേ എനിക്ക് ഉച്ചയ്ക്കുള്ള വിശപ്പൊക്കെ കുറച്ച് കഴിയും വരാൻ. അപ്പം എനിവേസ് നമുക്ക് ആപ്പിളൊക്കെ വാരി വിതറാം. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ എടുത്ത് ഇതങ്ങ് ഇളക്കാം. ഹായ് 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 ഹായ്, സൂപ്പർ. ശരിക്കും മുട്ടേൻ്റെ കൂടെ എണ്ണ ഒഴിക്കണം എന്നാണ്, പക്ഷേ ഈ മുട്ട ഇപ്പൊ ഈ പുറത്തിരിക്കണ ഇവിടെ തണുപ്പായതുകൊണ്ട് ഈ മുട്ടേൻ്റെ മേലെ കൂടെ ഞാൻ ഈ എണ്ണ ഒഴിക്കുമ്പോഴേക്കും എണ്ണ ഒഴിക്കുമ്പോഴേക്കും എന്താ സംഭവിക്കാന്നറിയോ? എണ്ണ കട്ടിയാവും. അതെനിക്ക് 2-3 പ്രാവശ്യം പണി കിട്ടി. അപ്പൊ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആദ്യം എണ്ണ തലയിൽ തേക്കും, എന്നിട്ട് പിന്നെ മുട്ടേൻ്റെ വെള്ളം മാത്രം സെപ്പറേറ്റ് ആയിട്ട് തേക്കും. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇതിൻ്റെ മേലെ ഇങ്ങനെ പണിയാനൊന്നും അത്ര ക്ഷമയില്ല, അതാണ് ശരിക്കുള്ള വാക്ക്. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ആരെങ്കിലൊക്കെ മസാലയൊക്കെ ചെയ്ത് തരികയാണെങ്കിൽ ഗൈസ് എനിക്കിഷ്ടമാണ്. പക്ഷെ ഈ ഒറ്റയ്ക്ക് ഈ എണ്ണ തേപ്പൊക്കെ ഞാൻ ഉടായ്പ് തേപ്പാണ്. പിന്നെ ഇത്രയല്ലേ ഉള്ളൂ മുടി. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം ഹെയർ, ഇപ്പം മുട്ടയും കൂടി തേച്ചിട്ട് നമുക്ക് പോയി സമാധാനം ഇരുന്നിട്ട് വിശന്ന് തുടങ്ങി എനിക്കമ്മേ, നമുക്ക് പോയിട്ട് ഇരുന്ന് ഓട്സ് കഴിക്കാം. അപ്പോഴേക്കും ഒരു 10-15 മിനിറ്റ് ആവും. എന്നിട്ട് നമുക്ക് പോയിട്ട് കുളിക്കാം. ഓക്കെ, നമുക്ക് ഇനി ഫുഡ് കഴിക്കാം. ഞാൻ പിന്നെ ഓർത്തത് നിങ്ങളോട് പറയാം, അതായത് ഈ കിച്ചണിൽ നിന്നിട്ട് തന്നെയാണോ കുട്ടി മുടിയൊക്കെ ചീവുന്നേ എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അത് മുടി മീൻസ് മുടി എന്നല്ല, ചീകാറല്ല. ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഞാൻ കിച്ചൺ തന്നെയാണ് ചെയ്യാറ്. കാരണം അറിയാലോ, പുറത്ത് തണുപ്പാണ്. നമുക്ക് ഈ ജാക്കറ്റും സാധനമൊക്കെ ഇട്ടിട്ട് മുടിയിൽ മുട്ട തേക്കാൻ പോയാൽ ആ ജാക്കറ്റ് തൊട്ടിട്ട് എല്ലാം നമ്മൾ അലമ്പാവും. സോ പുറത്ത് അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല. എൻ്റെ ഓട്സ് മാത്രമേ ഓപ്പൺ ആയിട്ട് ഇരിക്കണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടാണ് ഇതൊക്കെ പരിപാടി ചെയ്തത്. പിന്നെ നമുക്ക് ഒന്നും ഫുഡ് ഐറ്റംസ് ഒന്നും പുറത്തില്ല. ഓക്കെ, സോ അങ്ങനെ മുടി പാറി വീഴണ ഡേർട്ടി ആയിട്ടൊന്നും നിങ്ങൾ വിചാരിക്കരുത്. കാരണം എനിക്ക് സങ്കടം. ഐ എം നോട്ട് എ ഡേർട്ടി ഗേൾ. അയ്യോ, ഇരുന്നും പോയി. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് റിലാക്സ് ചെയ്തിട്ട് എന്തെങ്കിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ട് കഴിച്ചിട്ട് അപ്പോഴേക്ക് 10-20 മിനിറ്റ് ആയിട്ട് കുളിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഇങ്ങനെ റിലാക്സ് ചെയ്ത് കഴിക്കാൻ സാറ്റർഡേ സൺഡേ പറ്റുള്ളൂ. പിന്നെ എന്താ പറയാ, നാളെ തൊട്ട് വീണ്ടും ജോലിയായല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇരുന്ന് കഴിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ മിക്കവാറും ലാപ്പിന്റെ മുന്നിൽ ഇരുന്നിട്ടാണ് കഴിക്കാറ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, അതുകൊണ്ടാണ് സോറി ഗൈസ്, TV ഓൺ ആയതാ. അപ്പൊ ഞാൻ ഇപ്പൊ എന്താ വോയിസ് ഓവർ അല്ലാതെ ഇങ്ങനെ സംസാരിക്കണം. എന്താ വെച്ചാ ഇന്ന് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡേ അല്ലേ, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് കാലൊക്കെ ഇങ്ങനെ അങ്ങ് പൊക്കി, അയ്യോ അയ്യോ ചെരുപ്പൂരില്ല ഗൈസ്. ഹായ് 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 ഹായ്, എന്റെ ഫേവറേറ്റ് സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കാണാം. ഓക്കെ, ചിയേഴ്സ്. സമയം 11:30 ഗൈസ്. എൻ്റെ ഒരു വീഡിയോ ഇതേ എഡിറ്റ് ചെയ്തിട്ട് ഇതേ എക്സ്പോർട്ട് ചെയ്യാൻ വെച്ചേക്കാണ്. അപ്പോഴാണ് എൻ്റെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നത്, ഇന്ന് 12:30 തന്നെയല്ലേ ക്ലാസ് എന്ന്. 12:30 അല്ല, ഇവിടുത്തെ 12 മണിക്കല്ലേ ക്ലാസ് എന്ന്. അപ്പോഴാണ് ഞാൻ ഓർത്തേ, യെസ്, ഇന്നലെ ഞാൻ ക്യാൻസൽ ചെയ്ത ഒരു ക്ലാസ് അത് ഇന്നുണ്ട്, നമ്മളുടെ ചേച്ചിമാരുടെ ക്ലാസ്. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീനൊക്കെ ഉണ്ടോ യാ. അപ്പോൾ ചേച്ചിമാരുടെ ക്ലാസ് ഉണ്ട്, ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം പോയിട്ട് കുളിച്ച് സെറ്റപ്പായിട്ട് റെഡി ആയിട്ട് ക്ലാസ്സിന് കയറാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫോൺ ചാർജിന് വെക്കട്ടെ, ഫോണിൽ ചാർജില്ല. അപ്പോൾ ഞാൻ ഇനി സുന്ദരിക്കുട്ടിയായിട്ട് കാണാം. ഓക്കെ,
അങ്ങനെ ഫ്രഷൊക്കെ ആയി വന്നപ്പോഴേക്കും കറക്റ്റ് 12 മണിയായിട്ടോ. അപ്പം ഞാൻ ലാപ്ടോപ്പൊക്കെ തുറന്ന് ലോഗിനൊക്കെ ചെയ്ത് നമ്മളുടെ പിള്ളേരല്ല കേട്ടോ, ചേച്ചിമാരുടെ ബാച്ചാണ് അത്, അവരെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ട്രിങ് ട്രിങ് ശബ്ദം. നോക്കൂ ആരാണത്. ശ്രീകുട്ടൻ ഇന്ന് സൺഡേ ആയതുകൊണ്ടും ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടും വെറുതെ ഇടയ്ക്ക് ഇങ്ങനെ ഉച്ചയ്ക്ക് അവന് ബ്രേക്ക് ടൈമിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വരും കേട്ടോ. എന്നെ കാണിക്കല്ലേ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അവിടെ നിന്നിട്ട് അവനും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്. സോ നല്ലൊരു ഡാൻസിങ് സെഷൻ കഴിഞ്ഞിട്ട് ശ്രീകുട്ടൻ ബാക്കിലിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നു, ഇവിടെ ഡാൻസ് കളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. എനിവേ ശ്രീകുട്ടൻ പോയിട്ടോ, 1 hour ബ്രേക്ക് അവൻ്റെ കഴിഞ്ഞു. അവൻ പോയി. അന്ന് ഞങ്ങൾക്ക് അങ്ങനെ കൂടി ഇരുന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. സോ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇന്ന് കുറച്ച് സണ്ണി ഡേ ആണ്, പുറത്ത് കുറച്ച് പ്രകാശമൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒന്ന് വൃത്തിയാക്കിയിട്ട് കാണിക്കാം, അത് ഇതാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയപ്പോൾ വാങ്ങിച്ചതാണ് ഈ ഒരു, എന്താ പറയുക, ഇത് നമ്മളുടെ കസേരയിൽ ഇട്ടിരിക്കുന്ന, ചെയേഴ്സിലിട്ടിരിക്കുന്ന ആ ഒരു സംഭവം. മൊത്തത്തിലൊരു ക്രിസ്മസ് വൈബ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് കുറച്ച് ബ്രീത്തിങ് ആൻഡ് മെഡിറ്റേഷൻ ചെയ്യാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ്, ഇത് കഴിഞ്ഞു. ഞാൻ ഫുള്ളായിട്ട് മെഡിറ്റേഷനൊന്നും കാണിച്ച് ചുമ്മാ ഓവറാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം എന്നാണ് പറയുന്നത്. സോ ഫുഡിന് എന്താണ്, ഫുഡിന് റാപ്പും, ഇത് രാജ്മ കറിയാണ്. രാജ്മ ശ്രീകുട്ടൻ ഉണ്ടാക്കിയതാണ്. ആൻഡ് നമുക്ക് കുക്കുംബർ ആൻഡ് ക്യാരറ്റ് സാലഡ് ഉണ്ട്. അതൊക്കെ കഴിച്ചിട്ട് ഞാൻ വീണ്ടും എഡിറ്റിങ്ങിലേക്ക് കയറിയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഒരു പാർസൽ വന്നു കേട്ടോ. സംഭവം രണ്ടും വെയിറ്റ് ആയതുകൊണ്ട് ഞാൻ അവരോട് അവിടെ തന്നെ വെച്ചോളം പറഞ്ഞു. എനിക്ക് ഇപ്പം ഞാൻ വെയിറ്റ് ഒന്നും എടുക്കണ്ട വിചാരിച്ചിട്ട്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 വെയിറ്റ് ആയിരുന്നു കേട്ടോ. ഇതെന്താ സംഭവം ഞാനൊന്ന് വായിച്ചൊക്കെ നോക്കി, പക്ഷെ ഒന്നും தெரியாது. ഇനി എന്തായാലും ശ്രീകുട്ടൻ വന്നിട്ട് അത് അകത്തേക്ക് എടുത്തിട്ട് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ട, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴേക്ക് ഇപ്പം സമയം എനിക്കൊന്ന് ഏകദേശം ഒരു 3:30-4 മണി ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഒരു കണ്ടോ മൂടിയ കാലാവസ്ഥയാണ്. ഞാനിങ്ങനെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴം കഴിക്കാം. ബനാന ഈസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രസന, അതിന്ന് ഒരു പഴം എടുത്തതിൻ്റെ പ്രസന കേട്ടോ കണ്ടത്. അപ്പോൾ എന്നും ഞാൻ ഒരു ബനാന കഴിക്കും. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് ട്രീ ഇപ്പം തന്നെ ഓൺ ചെയ്യുകയാണ്. ഈ 3:30-4 മണിക്ക് തന്നെ ഇരുട്ടായതുകൊണ്ട് ആ ലൈറ്റ് കാണുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് അവിടെ ഇരുന്ന് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചതാട്ടോ ഞാൻ. ഇരുന്ന് നമുക്ക് കഴിച്ച് വീണ്ടും കുറച്ച് എഡിറ്റൊക്കെ ചെയ്തിട്ട് അങ്ങ് ഇരിക്കാം. ഓക്കെ, ഇനി രാത്രിക്കുള്ള കലാപരിപാടികൾ നോക്കാം. സോ പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇന്നലെ നമുക്ക് സ്റ്റൂ ആയിരുന്നല്ലോ, അപ്പോൾ സ്റ്റൂ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കാം. ഇത് പിറ്റേ ദിവസത്തേക്ക് നെക്സ്റ്റ് ഡേയിലേക്കുള്ള വെണ്ടയ്ക്ക തോരനാണ്. അപ്പോൾ അതുണ്ടാക്കുന്നുണ്ട് സൈഡിൽ കൂടെ. പിന്നെ ഇപ്പം മൊത്തത്തിൽ പുകയില്ലേ, അതൊന്ന് തുടച്ചേക്കാം. അപ്പോൾ അത് തുടച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നത് എന്താണ്, സ്വീറ്റ് പൊട്ടാറ്റോ. കുറേ ദിവസമായി എവിടെ ഇരിക്കണു, ജസ്റ്റ് ഒന്ന് എന്താ പറയുക ബോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ യുദ്ധമാണ് ഗൈസ്, യുദ്ധം. അപ്പോൾ നമുക്ക് അതൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം. അങ്ങനെ ഇതെന്താണ് കാണിക്കണേ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് 5 മണിയായിട്ടുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, പുറത്തൊക്കെ ഇരുട്ടി മൂടി ഒരു അവസ്ഥയാണ് ഗൈസ്. ഈ വിൻ്റർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ സാരമില്ല, എന്ത് ചെയ്യാനാ. അവിടുത്തെ ആ DJ ലൈറ്റ് അങ്ങ് ഞാൻ ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാ വീട്ടിലെന്നും പാർട്ടിയാന്ന് വിചാരിക്കും ആൾക്കാർ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, ബാക്ക് ടു കിച്ചൻ. കുക്കിംഗ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു സുഖം ഓറഞ്ച് ജ്യൂസൊക്കെ ഒന്ന് കുടിച്ചപ്പം. ഇനി നമ്മൾ കാത്തിരിപ്പാണ് ഗൈസ് ശ്രീകുട്ടന് വേണ്ടിയിട്ടുള്ളത്. ശ്രീകുട്ടൻ
പാടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. ശ്രീകുട്ടന് ഒരു പ്രത്യേക തരമുള്ള സ്വഭാവമാണ്. ശ്രീകുട്ടൻ മാത്രമല്ല, മിക്കവർക്കും ഉണ്ടാവും. പാർസൽ വന്നാൽ അത് അപ്പം തുറക്കണം. ആ യൂണിഫോം പോലും ശ്രീകുട്ടൻ മാറിയിട്ടില്ല, ഫ്രഷനപ്പ് ആയിട്ടില്ല. എനിവേസ് ഇതെന്താന്ന് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ബേർത്തിങ് ബോൾ. കാണിച്ചു തരാമേ, നമ്മളുടെ കമ്മിങ് വീഡിയോൻ്റെ എൻഡിലുണ്ട്. ഇത് നമ്മുടെ എക്സസൈസ് ബോളും പിന്നെ മിസ്റ്റർ പെരേരയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ പൗഡറൊക്കെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇപ്രാവശ്യം പ്രോട്ടീൻ പൗഡർ വേറെ ഒരു ഫ്ലേവർ ഓർഡർ ചെയ്തുകൊണ്ട് ശ്രീകുട്ടൻ അപ്പം തന്നെ ശ്രീകുട്ടനെ നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ടുള്ള ഓട്സിൽ ഇപ്പം തന്നെ ഇടണം എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അതാ വെണ്ടയ്ക്ക തോരനും ഇന്ന് രാത്രിക്കുള്ള പുട്ടും സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ റെഡിയാണ്. അപ്പോൾ അങ്ങനെ. ആൻഡ് അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വെയിറ്റ് ഉണ്ടെന്ന്. 8 കിലോൻ്റെ ഡംബിൾസ് ഗൈസ്. ഈ വീട്ടിൽ ഇനി 2 ഡംബിളുടെ കൂടി കുറവുണ്ടായിരുന്നുള്ളൂ. എനിവേസ് അതൊക്കെ അൺപാക്ക് ചെയ്ത് ശ്രീകുട്ടൻ ഫ്രഷായി. ഞങ്ങളത് പുട്ടും സ്റ്റൂയും പപ്പടവും കൂട്ടി ഒരു പിടുത്തം പിടിക്കാൻ പോവാണ്. ആൻഡ് കരീന കപൂറിൻ്റെ നെറ്റ്ഫ്ലിക്സിൽ വന്ന പുതിയൊരു പടം കാണാം എന്ന് വിചാരിച്ചു. പക്ഷെ വെറും ഷോ ആണ് ഗൈസ്. 10 മിനിറ്റിൽ ഞങ്ങൾ ഫുഡ് കഴിച്ച് തീർത്തു. ആൻഡ് അടുത്ത യുദ്ധത്തിലേക്ക് കടന്നു. ബേർത്തിങ് ബോൾ അത് കാണാനാ പോലെ ഒന്നുമല്ല. ഇതൊന്ന് കാറ്റ് നിറയ്ക്കാൻ പെട്ട പാട് ഗൈസ്. അതൊരു 1.5 പാടായിരുന്നു. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സസൈസും സ്ട്രെച്ചിങ്ങിന് വേണ്ടിയിട്ടൊക്കെ അടിപൊളിയാണ്, നല്ല യൂസ്ഫുൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് ഇതിൽ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 65% നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ എയർ ഫില്ല് ചെയ്തിട്ട് വൺ ഡേ ഇത് മാറ്റി വെക്കണം. എന്നിട്ട് വേണം നെക്സ്റ്റ് ഡേ ഫുള്ളായിട്ട് അത് വീർപ്പിക്കാൻ. അപ്പോൾ അതൊക്കെ ചെയ്ത് എൻ്റെ ടാബ്ലറ്റൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം തീർന്നു. ഇനി നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.